പ്രിയ സഹോദരങ്ങളെ, ഇനി ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ഓർത്തഡോക്സ് സഭയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഓർത്തഡോക്സ് സഭ നിങ്ങൾക്കറിയാമല്ലോ, മാർത്തോമായുടെ സിംഹാസനത്തിലാണ് കള്ളൻ കാതോലിക്ക ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ആരൂഢനായിരിക്കുന്നത്. കൊള്ളാം, അവിടെ ഇരിക്കട്ടെ. ഇപ്പം നടക്കുന്ന എന്തുവാ? സഭകളിൽ അടിയാണ്. അന്ന് അവർ യേശുവിനെ ക്രൂശിക്കാനായിട്ട് മുന്നോട്ട് വന്നവർ ഇന്ന് തമ്മിലടിയ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട്. സ്ഥാനമാനങ്ങൾക്കായി കിട്ടിയെങ്കിലേ നമ്മുടെ പോക്കറ്റ് നിറയത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് ആ പൊക്കോട്ടെ. ഇനി എനിക്ക് പറയാനുള്ള ഈ ഓർത്തഡോക്സ് സഭയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു പുരോഹിതൻ ഒരു വ്യഭിചാരവും വല്ലതും ചെയ്താൽ അവനെ ഉടനെ പിടിച്ച് പ്രൊമോട്ട് ചെയ്ത് കോറപ്പിസ്കോപ്പയാക്കും. ഇല്ല, എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞുതരാം. അവനെ അല്ലെങ്കിൽ അടുത്തൊരു പുതിയ ബഡ്ജറ്റ്, ഒരു പ്രോഗ്രാം, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ തലവനാക്കിയിരുത്തും. ഓർത്തഡോക്സ് സഭയിൽ വ്യഭിചരിക്കുന്ന പുരോഹിതന്മാരും മെത്രന്മാരും കുറവാണ്. നിങ്ങൾക്കെല്ലാവരും അറിയാമല്ലോ. പോട്ടെ, അത് പോട്ടെ. പിന്നെ വേറൊരു കഥയാണ്. ഇവർക്ക് തോന്നിയിടത്ത് മുഴുവൻ തീർത്ഥാടന കേന്ദ്രവും അതും ഇതുമാക്കി തീർക്കാം പള്ളികളെ. അത് നല്ലത് തന്നെ. പുത്രയ്ക്കാവ് സെൻറ്റ് മേരീസ് കത്തീഡ്രലിനെ തീർത്ഥാടന കേന്ദ്രമാക്കി കുറേയേറെ വർഷങ്ങൾക്ക് മുൻപ്. ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. അവിടെ നിന്നും വല്ലപ്പോഴും ആരെങ്കിലും വന്നെങ്കിലായി, വന്നില്ലെങ്കിലായി, ഏതായാലും കൊള്ളാം. എന്നാൽ ഒരു തീർത്ഥാടന കേന്ദ്രം എങ്ങനെയായിരിക്കണമെന്നുള്ളത് ഈ പള്ളിയിലിരിക്കുന്ന പട്ടക്കാർക്കോ അല്ലെങ്കിൽ ട്രസ്റ്റിയോ സെക്രട്ടറിയോ കമ്മിറ്റി മെമ്പറോ ആർക്കെങ്കിലും അറിയാമോ? തീർത്ഥാടന കേന്ദ്രം എങ്ങനെയായിരിക്കണമെന്ന്, അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് വേണമെന്ന്? ഇപ്പോൾ ഞാൻ ഒരാഴ്ചയായി ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകാറില്ലായിരുന്നു. കാരണം മഴയും പിന്നെ പള്ളിയിലെ ഓരോ പ്രോഗ്രാമും അച്ഛനെ കിഴി കൊടുത്ത് വിടുന്നതും സെൻറ്റ് ഓഫ് മറ്റേത് മറിച്ചത് സർവ്വസമ്മേളനം ഒക്കെ ആയതുകൊണ്ട് ഞാൻ പോയില്ല. ഇനി ഞാൻ രാവിലെ ദേവാലയത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച, 6 വർഷം മുമ്പ് തൊട്ട് ഞാൻ പറയുന്നതാണ്. പുതുതായി പണിത വടക്കേ വരാന്തയുടെ ബെഞ്ചിലെല്ലാം ഓടിൽ നിന്ന് വെള്ളം ലീക്ക് ചെയ്ത് നമ്മുടെ ഉത്തരത്തിലുള്ള ട്യൂബ് ലൈറ്റിൽ കൂടെ വെള്ളം ഒലിച്ച് ബെഞ്ച് വീഴുന്നു. അത് 6 വർഷം മുമ്പ് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിന് ഇതുവരെ ഒരു ഇതും നടപടിയെടുത്തിട്ടില്ല. പോട്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇന്ന് ഞാൻ ചെന്നപ്പോഴേ വടക്കേ വരാന്തയിൽ മുഴുവൻ വെള്ളമാണ്. തിരുമേനിയുടെ കവറിൻ്റെ അവിടെ മെഴുകുതിരി കത്തിക്കുന്ന സ്ഥലമുണ്ട്, അതിനപ്പുറം മുഴുവൻ വെള്ളമാണ്. ഇനി ഞാൻ കമ്മിറ്റി മെമ്പറോട് ചോദിച്ചപ്പോൾ ഒരാൾ ഇവിടെ വീഴുകയും ചെയ്തെന്ന് പറഞ്ഞു. എന്നൊക്കെ പോലും അത് അതിനൊന്നും എന്ത് ചെയ്യണമെന്ന് ആരും നോക്കുന്നില്ല. എന്തുകൊണ്ട് ഇതുവരെ ഉണ്ടാകാത്ത ലീക്ക് അവിടെ ഉണ്ടായി? ഇപ്പം ഈ പുരോഹിത വർഗത്തിൽ നിന്ന് പറഞ്ഞാൽ കോൺട്രാക്റ്റ് വർക്ക്, അവർക്ക് കമ്മീഷൻ ബേസിൽ കോൺട്രാക്റ്റ് വർക്ക്. പള്ളിയുടെ മേളിലത്തെ ഓട് മുഴുവൻ പെയിൻ്റ് അടിച്ചു. എല്ലപ്പോഴും പെയിൻ്റ് അടിച്ചു. വടക്കേ വരാന്തയിലെ ഓട് പൊട്ടി, പലതും പൊട്ടി. അതെല്ലാം റീപ്ലേസ് ചെയ്ത് കാണും. എങ്കിലും അത് ശരിയായിട്ടിട്ടില്ല. അതുകൊണ്ട് അവിടെ ലീക്ക് വന്നത്. എന്തുകൊണ്ട്? ഇനി ഞാനൊരു കമ്മിറ്റി മെമ്പറോട് ചോദിച്ചോ പറയാ, ഓട് മാറ്റി നോക്കിയിട്ട് ലീക്ക് നിൽക്കുന്നില്ല. എന്തുകൊണ്ട് നിൽക്കുന്നില്ല? നിൻ്റെ വീട്ടിലാണ് അത് നിൽക്കത്തില്ലയോ? പള്ളിയുടെ കാര്യമായതുകൊണ്ടാണോ? ഞാൻ ചോദിച്ചോട്ടെ, ഒരു തീർത്ഥാടന കേന്ദ്രം, ആ ദേവാലയം പകൽ സമയത്ത് തുറന്നു കിടക്കണം.
ഇത് ഇന്ന് ചെന്നപ്പം കോഴിക്കൂടാക്കി വെച്ചിരിക്കുന്നു. പള്ളിയുടെ വാതിൽ, കോഴിക്കൂടിൻ്റെ വാതിൽ പോലെ ഒരു ചെറിയ ഡോറ് വെച്ച് ഫ്ലൈനെറ്റ് വിട്ട് അടച്ചു വെച്ചിരിക്കുക. അവിടെ വരുന്നവർ ഒരു വെറുതെ വല്ല ആരോഗ്യമുള്ളവരാണോ, കുനിഞ്ഞും നൂർന്നും കുനിയാൻ വയ്യാത്തവരും ഒക്കെ അവിടെ വരുന്ന പലവിധം ആൾക്കാരാണ് വരുന്നത്. വേണ്ട, അല്ലെങ്കിൽ തന്നെ ഇത് അടച്ചു വെച്ചിട്ട് നിൻ്റെയൊക്കെ ഒടുക്കത്തെ എവിടെ കൊണ്ടുപോകാനായത്? നിനക്ക് വേണേ ഒരു വാച്ച്മാനെ അവിടെ പോയി, ഒരു ദരിദ്രവാസി അവിടെ വാച്ച്മാനും ഓഫീസിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് നിങ്ങൾക്ക് അവരെ നോക്കാൻ വയ്യ? ആ ഡോർ തുറന്നിട്ടിട്ട് ഇതുവരെ എന്തെങ്കിലും സംഭവിച്ചോ? പിന്നെ എന്തുകൊണ്ട് ഇന്ന് ആ ഡോർ അടച്ചു വെച്ചിരിക്കുന്നു? തീർത്ഥാടന കേന്ദ്രം, ഈ ദരിദ്രവാസികൾ എവിടെയെങ്കിലും പോയി കണ്ടിട്ടുണ്ടോ ഇതുപോലെ തീർത്ഥാടന കേന്ദ്രം അടച്ചുപൂട്ടി വച്ചിരിക്കുന്നത്? തോന്നിവാസം കാണിക്കുന്ന ആ വരാന്തയിലെ വെള്ളം കിടക്കുന്ന കണ്ടടക്കുകയും ഇന്ന് ഞാൻ ചെല്ലുമ്പം ട്രസ്റ്റിയും സെക്രട്ടറി എല്ലാം കൂടെ ഒരു പഴയ കെട്ടിടമുണ്ട്, അതിനകത്ത് കച്ചറ കിടക്കുന്നിടത്ത് മീറ്റിംഗ് കൂടിക്കൊണ്ട് നിൽക്കുക. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴും ഓഫീസിൻ്റെ മുന്നേ നിന്നുകൊണ്ട് അവിടെ മീറ്റിംഗ് കൂടുക. എന്തുവാ എടാ, നീയൊക്കെ പള്ളിയുടെ കാര്യം നോക്ക്. പള്ളിയുടെ വരാതെ വെള്ളം വീഴുന്നു. തീർത്ഥാടന കേന്ദ്രമാണ്, അവിടെ ആൾക്കാർ വരും. ആരെങ്കിലും വീണാൽ ആരാ ഉത്തരവാദി? പക്ഷെ നിങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് പള്ളിക്കാരുമല്ലേ. ഞാൻ ട്രസ്റ്റിയായിട്ട് ഇന്ന് ഇത്രയും വർഷം കൊണ്ട് ഞാൻ ഇതൊക്കെ സംഭവം ചെയ്ത് പിടിപ്പിച്ചു. എനിക്കറിയാൻ വേണ്ട ഏത് ദരിദ്രവാസി ആ ദേവാലയത്തെ കോഴിക്കൂടാക്കിയത്. ആ പരിഷ്കാരം വരുത്തിയ ദരിദ്രവാസി ആരാന്ന് വെച്ചാലും അത് മാറ്റിയില്ല. ആ ഡോറ് തുറന്നു വച്ചില്ല എങ്കിൽ തീർത്ഥാടന കേന്ദ്രം എന്നുള്ളത് നാളെ ഞാൻ വീഡിയോ എടുത്ത് പ്രസിദ്ധീകരിക്കും. തീർത്ഥാടന കേന്ദ്രമാണ്. ആ ഡോർ തുറന്നു കിടന്നാൽ എന്താ കുഴപ്പം? ഇത്രയും നാളെ ആ പള്ളി പണിതിട്ട് ഇത്രയും വർഷമായി, തീർത്ഥാടന കേന്ദ്രം എന്ന് പ്രസിദ്ധീകരിച്ചിട്ട് ഇത്ര വർഷമായി. ഇപ്പം അവിടുന്ന് വല്ലതും പോയോ? അവിടെ വല്ല പ്രശ്നമുണ്ടായോ? ഒരു സാധാരണക്കാരൻ വയ്യാത്തവൻ വന്നാൽ കുനിഞ്ഞ് അതിനകത്ത് കയറണം. നിൻ്റെയൊക്കെ ഉദ്ദേശം ഇതാ. നിങ്ങൾക്ക് ഓരോന്നോരോന്നുണ്ടാക്കി കമ്മീഷൻ കാശുണ്ടാക്കുക. അല്ല എങ്കിൽ ഈ വരാന്തയിൽ ഈ വെള്ളം വീണപ്പോൾ അതേത് പ്രശ്നമാണെങ്കിലും ആ ഉടനടി തീർത്തേനെ. നിനക്കൊന്നും പള്ളിയുടെ കാര്യത്തിലുള്ളത് പ്രാധാന്യം. നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ, എനിക്ക് സ്ഥാനമുണ്ട്, ഞാൻ ട്രസ്റ്റിയാ, മറ്റേതാ മറിച്ചതാ, സെക്രട്ടറിയാ. ഇപ്പം കുടുംബഭരണമാണല്ലോ പുത്തയ്യ പള്ളിയിൽ. ഞാൻ കൂടുതൽ പറയുന്നില്ല. നാളെ ആ ഡോറ്, ചെറിയ കോഴിക്കൂട് ഡോറ് നെറ്റെടുത്ത് മാറ്റിയില്ല എങ്കിൽ ഞാൻ നാളെ വന്ന് വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യും. മര്യാദയ്ക്ക് മാറ്റിക്കണം. അതുപോലെ ആ ഓടിൻ്റെ ലീക്ക്, വടക്കേ വരാന്തയിൽ വെള്ളം വീഴുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മാറ്റാൻ വയ്യെങ്കിൽ നിങ്ങൾ ആ സ്ഥാനം ഒഴിയും. ഗുണം പിടിക്കാത്ത ട്രസ്റ്റി, സെക്രട്ടറി, നിങ്ങൾക്ക് എന്താ അറിയാം? നിൻ്റെയൊക്കെ വീട്ടിലാണ്, നിങ്ങളിത് സമ്മതിക്കുമോ? അതുകൊണ്ട് നാളെ ഞാൻ 10 മണിക്ക് വരുമ്പോൾ അവിടെ വടക്കേ വരാന്തയിൽ വെള്ളം കണ്ടാൽ ഞാനത് വീഡിയോ എടുത്തിടും. പറഞ്ഞേറ്റാ വരുന്നത്. അതുപോലെ ആ നെറ്റ്, കോഴിക്കൂടിൻ്റെ നെറ്റ്, ആ മെയിൻ ഡോറിൻ്റെ ഒരു പാലെങ്കിലും തുറന്നിട്ടേക്കണം. എന്നെ കൊണ്ട് കുഞ്ഞു കയറാനൊക്കത്തില്ല. എനിക്ക് 77 വയസ്സ് കഴിഞ്ഞ മനുഷ്യനാ. ഞാൻ കുനിഞ്ഞ് കയറി തന്നല്ല, കുനിഞ്ഞ് നിന്നൊക്കെ എടുത്ത് നിലത്ത് അടിക്കുകയും ചെയ്യും വേണ്ടി വന്നാൽ. നീയൊക്കെ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, വിപിൻ മാമൻ ചെറിയാനച്ഛന് പള്ളി മേളിലത്തെ കാന്തത്തിൻ്റെ എർത്ത് പൊട്ടിക്കിടന്നതൊക്കെ ഞാൻ 10 ദിവസം പുറകെ നടന്നതൊക്കെ അവർ ചെയ്തില്ലത്. അവർ ബിസിയാണ്, മറ്റവർ ജോലിക്കാർ.
ഞാനത് കൊടുക്കേണ്ടടുത്ത് കൊടുത്തപ്പോൾ പിറ്റേ ദിവസം അവരത് ചെയ്യിച്ചു. അതുപോലെ തന്നെ തിരുമേനിയുടെ കവറ് 25 ലക്ഷത്തിന് കോൺട്രാക്റ്റ് പിടിച്ചിട്ട് 45 ലക്ഷത്തിന് തീർത്ത് കഴിഞ്ഞ് മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ തിരുമേനിയുടെ കവറിലോട്ട് കയറുന്ന വരാനൊരു സ്റ്റെപ്പേലും ആ വരാന്തയിലുള്ള വലിയ ഉത്തരത്തേലും എല്ലാം കൂടെ വെള്ളം ഒഴുകുക. ഞാൻ ട്രസ്റ്റിയെ വിളിച്ച് കാണിച്ചു. ഇത് വലിയ പണി, ആളിനെ കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു, ആളിനെ ഈ പണിക്കാളിനെ ഇത്രയും 45 ലക്ഷത്തിൻ്റെ പണിക്കാളിനെ കിട്ടിയപ്പോൾ ഈ ഒരു 2-3 ലക്ഷത്തിൻ്റെ രൂപയ്ക്കുള്ള പണിക്കാളിനെ നിങ്ങൾക്ക് കിട്ടത്തില്ല. ശരി, വേണ്ട, ചെയ്യണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം അവൻ ചെയ്യിച്ചു. നിന്നെ കൊണ്ടൊക്കെ ഞാൻ ചെയ്യിക്കും, നിങ്ങൾ മര്യാദയ്ക്ക് ചെയ്തോണം. പള്ളി ഭരണം ഏറ്റെടുക്കുകയാണെങ്കിൽ പള്ളിയുടെ കാര്യം നോക്കണം. പള്ളി നശിച്ചു പോയാൽ നിന്നെയൊക്കെ ഞാൻ ജയിലിൽ കയറ്റും. എൻ്റെ വീഡിയോ ഇതുപോലെ കിടപ്പുണ്ട്.